കൃഷ്ണകൃപാസാഗരം. അങ്ങനെ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചു. അപ്പോൾ ഭഗവാന്റെ മായാശക്തിയാൽ മധുരാപുരിയാകെ ഗാഠസുഷുപ്തിയിലായിരുന്നു. കാരാഗൃഹത്തിൽ ദേവകീ വസുദേവന്മാർക്ക് മുന്നിൽ സർവാഭരണ വിഭൂഷിതമായ ഭഗവത് സ്വരൂപം പ്രത്യക്ഷമായി. അഷ്ടമസുതനെ അമ്പാടിയിലെത്തിക്കുവാൻ ഭഗവാൻ ആര്യവസുദേവനോട് ആവശ്യപ്പെട്ടു. പാതിരാവിൽ കൂരിരുട്ടിന് വകഞ്ഞു മാറ്റി തോരാപ്പെരുമഴയിലൂടെ കണ്ണനാമുണ്ണിയെ മാറോട് ചേർത്ത് അമ്പാടി ലക്ഷ്യമാക്കി വസുദേവർ നീങ്ങുമ്പോൾ പാതാളദേശത്തു നിന്നും വാസുകി ഭൂമി പിളർന്ന് പ്രത്യക്ഷമായി. ഫണങ്ങൾ 10 വിടർത്തി ആ മഹാനാഗം ഛത്രമെന്നപ്പോൾ ഭഗവത് ശിശുവിനെ അനുധാവനം ചെയ്തു. വമ്പേറും അമ്പാടിയിൽ അല്പം മുമ്പേ പിറന്ന പെൺകുഞ്ഞിന്റെ സ്ഥാനത്ത് ബാലഗോപാലനെ കിടത്തിയ വസുദേവർ ദേവനിശ്ചയം സാധ്യമാക്കാൻ ദേവിയാം പെൺകുഞ്ഞിനെ ഹൃദയത്തോട് ചേർത്ത് കാരാഗൃഹത്തിൽ തിരിച്ചെത്തി. തുറന്ന കാരാഗ്രഹവാതിലുകൾ അപ്പോൾ താനേ അടഞ്ഞു. ചങ്ങലകൾ വീണ്ടും കരചരണങ്ങളിൽ മുറുകി. അപ്പോൾ അന്നേരമോളം ഉറങ്ങിക്കിടന്നിരുന്നവരെ ഉണർത്താനെന്ന വണ്ണം യോഗമായയാം ബാലിക രോദനമുതിർക്കും നിമിഷത്തിൽ നിന്നും ഭഗവത് കൃപാസാഗരത്തിൻ്റെ പുതുസർഗത്തിന് തുടക്കം. കരച്ചിൽ കംസ മഹാരാജാവ് നീണാൽ വാഴട്ടെ. ദേവകി ദേവി തിരുവയറൊഴിഞ്ഞു. അടിയന് പാരിതോഷികം. അയ്യോ മഹാരാജാവേ, ഞാൻ വിവരം അറിയിക്കാൻ വന്ന പടനാണ്, കൊല്ലല്ലേ. കടന്നു പോ.
കംസമഹാരാജാവ് നീണാൾ വാഴട്ടെ. ഒടുവിലവൻ എത്തിയല്ലേ, അഷ്ടമപുത്രൻ, നമ്മുടെ അന്തകൻ. ജ്യേഷ്ഠ, ഇത് പെൺകുഞ്ഞാണ്. ഇവളെങ്കിലും ഈ ഉള്ളവൾക്ക് വിട്ടു തന്നാലും. പുത്രനായി അവതരിക്കാൻ ഭയന്ന് അന്തകൻ ബാലികയായെന്നോ? ആരായാലും അഷ്ടമനല്ലേ, നമുക്ക് വേണം ഇതിനെയും. അഷ്ടമപുത്രൻ അങ്ങയുടെ അന്തകനാകുമെന്നായിരുന്നില്ല അശരീരി? ഇത് പുത്രനല്ലല്ലോ. ഇവൾ മുറപ്രകാരം അങ്ങയുടെ പുത്രന് വധുവാകേണ്ടവൾ. അങ്ങയുടെ കരങ്ങളാൽ ഹനിക്കപ്പെടേണ്ടവളല്ല, അങ്ങയുടെ പുത്രകരങ്ങളാൽ പരിപാലിക്കപ്പെടേണ്ടവളാണ്. ഭോജകുലത്തിന്റെ അനന്തര തലമുറയെ ഗർഭം ധരിക്കേണ്ടവൾ. ഈ പുത്രിയെങ്കിലും ലാളിച്ചു വളർത്താൻ അങ്ങ് അനുവദിക്കണം. പുത്രൻ ഒന്നിനെ ഉണ്ടായാൽ അവനെയും ഇവൾ അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കാം. ഇല്ല ഇല്ല, ഇനി ഇവൾക്ക് ഉണ്ണികൾ ഉണ്ടാവില്ല. ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ചോളാം. ഇവളെ എനിക്ക് നൽകിയാൽ ഇനി ഒരിക്കലും മറ്റൊരു സന്താനത്താൽ അനുഗ്രഹിക്കപ്പെടരുതേ എന്ന് കൊടും തപസ് ചെയ്ത് അപേക്ഷിച്ചോളാം ദേവന്മാരോട്. കൊള്ളാം, നിന്റെ ജീവൻ രക്ഷിക്കാൻ അന്ന് ഈ വസുദേവരുടെ വക ഒരു ഉപായം, ഇപ്പോ അഷ്ടമപുത്രിയുടെ ജീവൻ രക്ഷിക്കാൻ ദേവകിയുടെ വക മറ്റൊരു ഉപായം. സാമോപായങ്ങൾക്കിനി കംസ നിശ്ചയങ്ങളെ മാറ്റാനാവില്ല. ദുരാചാരനായ കംസ, പരാക്രമം സ്ത്രീകളോടോ? നീ ഒന്നറിയുക, നിന്റെ അന്തകൻ എനിക്ക് മുമ്പേ മറ്റൊരു ദിക്കിൽ ജനിച്ചു കഴിഞ്ഞു. പൂർവജന്മത്തിലും നിന്റെ അന്തകനായവൻ. കിമ്മയാ ഹദയാമന്ദ ജാതഃ ഖലു തവാന്തകൃത് യത്ര കാവാ പൂർവശത്രുർമ ഹിംസി കൃപണാൻ വൃഥാ. സംഭവിച്ചതൊക്കെ മഹാത്ഭുതങ്ങൾ. നമ്മുടെ ജ്ഞാനത്തിൻ്റെ പരിമിതികൾക്കും അപ്പുറത്തുള്ളത് എന്തൊക്കെയോ. പക്ഷേ ഒന്നുറപ്പാണ് പ്രഭു, അങ്ങിനിയെങ്കിലും സമചിത്തത കൈവരിക്കണം.
നമ്മുടെ സമചിത്തത തകർത്തതാര്? ദേവന്മാർ. ഗുരു, ആകാശഭാഷിതം കേട്ടില്ലായിരുന്നുവെങ്കിൽ സോദരിക്ക് നേരെ നാം വാളോങ്ങുമായിരുന്നോ? സോദരിക്ക് സൂതനാകാൻ സന്നദ്ധനായവനാണ് കംസൻ. അങ്ങ് പറയൂ, അശരീരിയാൽ ദേവന്മാർ വഴിതെറ്റിച്ചില്ലായിരുന്നുവെങ്കിൽ കൊല്ലുമായിരുന്നോ സോദരി സുതരെ? ദേവകിയുടെ 8ാമത്തെ പുത്രൻ നമ്മുടെ അന്തകനായി അവതരിക്കുമെന്ന് ആദ്യം ഒരു അശരീരി. ആ ദേവഭാഷിതം നാം വിശ്വസിച്ചു, അതനുസരിച്ച് പ്രവർത്തിച്ചു. അപ്പോഴിതാ മറ്റൊരു ദേവഭാഷിതം. രാജഗുരു, കാരാഗൃഹത്തിൽ നമുക്ക് പ്രത്യക്ഷയായ ദേവീരൂപം പറഞ്ഞ എന്താണെന്നറിയോ? നമ്മുടെ അന്തകൻ മറ്റെവിടെയോ ജനിച്ചിരിക്കുന്നു പോലും. മനുഷ്യരെ പോലെ നുണ പറയുന്നവരാണ് ദേവന്മാരെന്ന് നമുക്കിന്ന് മനസ്സിലായി. ഗുരു, വിശ്വസിക്കണോ നാം ഇനിയും ദേവഭാഷിതങ്ങൾ? ദേവഹിതങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുക നമ്മുടെ ഇച്ഛകൾക്കൊത്തായിരിക്കില്ല രാജൻ. അരുളപ്പാടുകൾ നുണയാവില്ലൊരിക്കലും. അതുകൊണ്ട് ദേവീവദന പ്രോക്തമായ അരുളപ്പാടും അങ്ങ് വിശ്വസിക്കണം. അന്തകൻ മറ്റെങ്ങോ ഭൂജാതനായിട്ടുണ്ടാവണം. പിന്നെന്തിനു നാം സോദരി സുതരെ നിഗ്രഹിച്ചു? ശിശുവധത്തിന്റെ രുധിരധാരയിൽ സ്വയം അഭിഷിക്തനായി. വിധി, അങ്ങയുടെ ദുർവിധി. പ്രഭോ, ചെയ്തു കൂട്ടിയ മഹാപാപങ്ങളുടെ ആഴം അങ്ങേക്കിപ്പോൾ വെളിവാകുന്നുണ്ടാവും. അവയിൽ പ്രധാനം ശിശുവധം. അതിനുള്ള ശിക്ഷ എന്തെന്നറിയുമോ അങ്ങേക്ക്? താമിശ്ര നരകം. വിധികാലം മുഴുവൻ താമിശ്ര നരകവാസം. പറഞ്ഞാൽ ഇനിയും ഏറെയുണ്ട്. ധിക്കാരപരമായ രാജ്യപരിപാലനമെന്ന പാപത്തിന് സൂകരമുഖ നരകം. ബ്രഹ്മഹത്യയ്ക്ക് അന്ധകൂപ നരകം. മതി. മരണാനന്തര ലോകത്തെ ജീവിതമല്ല നമുക്ക് വിഷയം, ജീവിച്ചിരിക്കുമ്പോഴുള്ള നാളുകളാണ്. മരണത്തിന് കീഴടങ്ങില്ല കംസൻ. നമ്മെ ഭയന്ന് മഹാവിഷ്ണു പോലും ദേവകീ ഗർഭമേറാൻ ഭയന്നൊളിച്ചു പോയിരിക്കുകയല്ലേ? വളരട്ടെ, അജ്ഞാതനായി അവൻ വളരട്ടെ. പക്ഷേ ഒന്ന് സുനിശ്ചിതം, അവന്റെ അന്ത്യം ഈ കംസകരങ്ങളാൽ. മഹാരാജൻ, നാം പറയുന്ന ചില കാര്യങ്ങളെങ്കിലും അനുസരിക്കാമെന്നൊരു ചിന്ത ഇപ്പോൾ അങ്ങയുടെ മനസ്സിലുണ്ടായിട്ടില്ലേ? അറിയുമോ അങ്ങേക്കതിന് കാരണം? കൊല്ലാൻ വേണ്ടി ദേവകിയിൽ പിറന്ന അഷ്ടമ സന്താനത്തെ കാലിൽ തൂക്കി ഉയർത്തിയില്ലേ? ആ പെൺകുഞ്ഞ് ആരായിരുന്നു എന്നാണ് അങ്ങ് കരുതുന്നത്? മഹാദേവി. കണ്ടതല്ലേ നാം ആ ദേവീ രൂപം? വധിക്കാൻ വേണ്ടിയാണെങ്കിലും അങ്ങ് പിടിച്ചത് ആ ദേവീ പാദങ്ങളിലാണ്. ആ പാദസ്പർശത്തിൻ്റെ പുണ്യം അങ്ങയിലെ പാപക്കറകളുടെ തീഷ്ണത മന്ദീഭവിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും അങ്ങയുടെ പ്രിയ സോദരിയോട് ഇത്തിരി കാരുണ്യം. ആവാം. കാരാഗൃഹത്തിൽ വളരേണ്ടവളല്ല ദേവകി. ഗുരു, കംസൻ അവളെ വിമുക്തയാക്കാം. സത്യം. സ്യാല വസുദേവർക്കും സോദരി ദേവകിക്കും ഭോജരാജന്റെ നമോവാകം. വന്ദനം. ഉപവിഷ്ടനാകാൻ പറയണമെന്നുണ്ട്, പക്ഷേ ഇവിടെ വസുദേവ മഹാത്മൻ അങ്ങയുടെ ഉപചാരം സ്വീകരിച്ചിരുന്ന് സോദരി ദേവകി വിളമ്പിത്തരുന്ന അന്നവും ഭുജിച്ച് നിങ്ങളുടെ സന്തോഷം പകത്ത് ഉത്തമനായൊരു ബന്ധുവാകാൻ നാം ഇതുവരെ വന്നിട്ടില്ലല്ലോ. പരിണയശേഷം പലതവണ വന്നിരുന്നു അങ്ങയുടെ മന്ദിരത്തിലേക്ക്. അപ്പോഴെല്ലാം മനസ്സിലേതോ രാക്ഷസ ജന്മത്തിൻ്റെ അടങ്ങാപ്പക മാത്രമേ ജ്വലിച്ചു നിന്നിരുന്നുള്ളൂ. വസുദേവ മന്ദിരത്തിൽ നിന്നും ഉയരുന്ന ബാലരോദനങ്ങളിൽ നാം ശ്രവിച്ചത് മരണത്തിൻ്റെ മണിമുഴക്കമായിരുന്നു. ബാലകന്മാരുടെ കപടലേശമില്ലാത്ത മന്ദസ്മിതങ്ങളിൽ നാം കണ്ടത് ഹിംസിക്കാൻ ഒരുമ്പെട്ട് നിൽക്കുന്ന ഒരന്തകന്റെ കഠോര ഗർജനം.
മഹാഭക്തന്മാർക്കു കൂടി ധ്യാനയോഗ്യം മാത്രമായ ദേവീരൂപം കംസനേത്രങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷമായതെന്തുകൊണ്ട്? ദ്വേഷബുദ്ധിയോടുകൂടിയാണെങ്കിലും കംസൻ സദാ വിഷ്ണുവിനെ സ്മരിക്കുകയായിരുന്നല്ലോ. വിരോധം കൊണ്ടാണെങ്കിലും സദാ സ്മരിക്കുന്നവനും ഇത്തരം പ്രത്യക്ഷങ്ങളും ചിലപ്പോൾ മോക്ഷങ്ങളും സംഭവിക്കാം. സംഭ്രമയോഗം അഥവാ വിരോധഭക്തി എന്ന് ഇതിനു പേർ. വിരോധം കൊണ്ട് സ്മരിക്കുന്നവന് ഇത്രയും ഭാഗ്യമുണ്ടാവുമെങ്കിൽ ആരാധനയോടെ സ്മരിക്കുന്നവന് ലഭിക്കുന്ന ഭഗവത് കടാക്ഷം എത്രമേൽ മഹത്തായിരിക്കുമെന്ന തത്വമാണ് ഭാഗവതം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്.